കേൾക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെയൊക്കെ അസുഖം പെട്ടെന്ന് ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഹഖ്ജാഹ ബർക്കത്ത് കൊണ്ടൊക്കെ ശിഫയാക്കി കൊടുക്കട്ടെ. ആ നിഷാദ് ബുഖാരി എന്ന ഉസ്താദവറുകൾക്കും അതുപോലെ നമ്മുടെ പയ്യോളി ഉസ്താദിൻ്റെ മകനും എല്ലാവർക്കും, അതുപോലെ രോഗമായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹൽ ഫള് കൊണ്ട് വേഗം ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون. قال النبي صلى الله عليه وسلم: يوشك الناس يتساءلون بينهم حتى يقول قائلهم هذا الله خلق الخلق فمن خلق الله عز وجل؟ فإذا قالوا ذلك فقولوا الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ثم يطفل أحدكم من يساره ثلاثة وليستعذ من الشيطان الرجيم. ولو اندفع قدم لصح حدوثه لم يخرج الموجود عن هذان فيكون محتاجا تعالى لمحدث ولمحدث يحتاج هذا الثاني وهلم جرا هكذا إن لم يكن أثر له فتسلسل حقاني وإن انتهى عدد وكان مؤثر أثر له فالدور يا إخواني وكلاهما أمر جلا بطلانه إذ لازم لكليهما أمران ففراغ شيء لانتهاء لعده بتسلسل ملغا لدى الأذهان وتقدم للشيء قل عن نفسه وتأخر عنها لدى الدوران ففهمهما متحققا ومفرقا تحتجهما بنهاية البرهان. اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين. സഹോദരന്മാരെ, പരിശുദ്ധമായ തഫ്സീറിന്റെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. എനിക്കൊന്നും കേൾക്കാൻ സാധിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈ നൽകുന്ന അവസരങ്ങളൊക്കെ നാം നഷ്ടപ്പെടുത്താതെ
നല്ല നിലക്കൊക്കെ ഉപയോഗപ്പെടുത്തുക. ദർസിലൊക്കെ പോയി പഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ മദ്രസയിൽ കൂടുതൽ പഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതർഹിക്കുന്ന ഗൗരവത്തോടെ നാം കണ്ട് കേട്ട് പഠിച്ച് വിവരമുള്ളവരാവുകയും തഖ്വ കൂടുതൽ ഉണ്ടാകാനുള്ള അവസരങ്ങളൊക്കെ നാം സൃഷ്ടിക്കുകയും അത് മുഖേന പാരത്രിക വിജയത്തിന് വേണ്ടി നാം വഴിയൊരുക്കുകയും വേണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു ചെലവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഫീസില്ല, മദ്രസയില്ല, മറ്റൊരു ഉസ്താദിന് മുഖം കാണണ്ട, ശമ്പളം കൊടുക്കണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി ശാരീരികമായ മെനക്കെടില്ല. നമ്മൾ ഇരുന്ന അടുത്തേക്ക് ഇൽമ് നമ്മളെ തേടിയെത്തുകയാണ്. അത് നമ്മൾ ഇത്ര സൗകര്യത്തിലൊക്കെ ഇൽമ് വ്യാപകമായ ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല. ഇൽമ് ഇത്രയധികം വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടം മുമ്പ് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഏത് കാട്ടിൽ ജീവിക്കുന്നവനും അറിവുകൾ ഇപ്പോൾ അവനെ തേടി ഇങ്ങോട്ട് വരികയാണ്. അപ്പോ ഇൽമു പഠിക്കാൻ സാധിച്ചില്ല, അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ച് വിജ്ഞാനത്തോടുള്ള നമ്മുടെ മനോഭാവം മാറി അതിനെ ഇരുകൈകൾ നീട്ടി നാം സ്വീകരിച്ച് അതർഹിക്കുന്ന രീതിയിലൊക്കെ നാം അത് ഉൾക്കൊണ്ട് പ്രചരിപ്പിക്കാനും കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമ്മുടെ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നോ രണ്ടോ ക്ലാസ്സും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നീട് ഇൻഷാ അല്ലാഹ് അള്ളാഹിന് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിലൊക്കെ ക്ലാസ് എടുക്കുകയും ചെയ്യാം. ഉള്ള സമയത്ത് നമുക്ക് കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖിദം എന്ന് പറയുന്ന സൽബിയ സിഫത്ത്, അതിൻ്റെ തെളിവാണ് നാം പറയുന്നത്. അള്ളാഹു ഖദീം ആയിരിക്കണം. ഖദീം എന്നുള്ളതിന് 2-3 അർത്ഥങ്ങൾ നമ്മുടെ കിതാബിന്റെ തുടക്കത്തിൽ മുസന്നിഫ് അവറുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും ഓർത്തിരിക്കുക. എന്താണ് ഖദീം? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അള്ളാഹു ഖദീമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഒരു പഠിച്ചു വെച്ച, അല്ലെങ്കിൽ ചിലരൊക്കെ പഠിച്ചു വെച്ച ഒരർത്ഥമുണ്ട്. ആ അർത്ഥം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കിതാബ് ഓതിയിട്ട് പരിചയത്തിലുള്ള നാം ആ രീതിയിൽ നാം മനസ്സിലാക്കിയ ഒരർത്ഥമാണ് ചോദിക്കുന്നത്. എന്താണ് അള്ളാഹു ഖദീമാണെന്ന് പറഞ്ഞാൽ? സഹോദരന്മാരെ, എന്റെ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? ശബ്ദം എല്ലാവരും കേൾക്കുന്നില്ലേ? സഹോദരന്മാരെ, ഒരു മിനിറ്റ് മൈക്കൊന്ന് വിടുന്നുണ്ട്. ഒരു അത്യാവശ്യ കോള് വരുന്നുണ്ട്.
കലിതിലനോടെ അതീവൻ കനവിൽ വന്നോടെ കരൽ പരിചുതരാസീതേ സ്വീകരിച്ചോടെ കാത്തുകിടക്കാൻ ഞാൻ കനിയ കനവിൽ വന്നോടെ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ മൈക്ക് പോയി. ഹലോ, മൈക്ക് വിട്ടതാ ഉസ്താദാ? അത് ശരി. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു പണിയിൽ പെട്ടു, അതുകൊണ്ട് ആയിക്കോട്ടെ. ഇന്ന ഉസ്താദും വരും ഇൻഷാ അല്ലാഹ്. എന്താ പറയാ, ബഹുമാനപ്പെട്ട അബൂ ഫായിസ് ഉസ്താദ് പറഞ്ഞില്ലേ, ഇൽമില്ലെങ്കിൽ എന്തുണ്ടായിട്ട് കാര്യമില്ല. ഇൽമ് ഒരാൾക്ക് ഇല്ലെങ്കിൽ ഏത് ഇൽമേ? ഇവിടെ ഇൽമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശറഈയായ ഇൽമാണ്. ശറഈയായ ഇൽമ് ഒരാൾക്ക് ഇല്ലെങ്കിൽ അവന്റെ കാര്യം വലിയ പോക്കാം. ഫൈസ് ഉസ്താദ് നേരത്തെ പറഞ്ഞു കേട്ടില്ലെങ്കിൽ പിന്നെ എത്ര വലിയ ബോധികനായിട്ടും കാര്യമില്ല, ഇൽമില്ലേ. കാരണം നമ്മളൊക്കെ മരിച്ചു ചെന്നാല് മഹ്ശറയിൽ ചോദിക്കുന്നത് ഒന്ന് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. അവലുമായി അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് ആദ്യമായിട്ട് അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് ഉസ്താദ് കൈപ്പറ്റി. ഞാനേ പിന്നെ ഉസ്താദ് പിന്നെ ഫോണിലാന്ന് ഞാൻ അറിയില്ല. നമുക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. അപ്പോ സഹോദരന്മാരെ, അള്ളാഹു ഖദീമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ സ്ഥലകാലങ്ങൾ ഇല്ലാത്തവൻ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഉണ്ടായതിന് തുടക്കമില്ലാത്തവൻ, അവന്റെ അസ്തിത്വത്തിന് തുടക്കമില്ല എന്നുള്ളതാണ് നമ്മൾ അള്ളാഹു കരീമാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പരിഷ്കരിച്ച് പറഞ്ഞാൽ സ്ഥല കാലങ്ങൾക്ക് അതീതമായവൻ. കാരണം സ്ഥലവും കാലവും എന്ന് പറയുന്നത് സൃഷ്ടിയാണ്, ഉത്ഭവമുള്ളതാണ്. അപ്പൊ ഖദീമാണെന്ന് പറഞ്ഞാൽ സ്ഥലകാലങ്ങൾക്ക് അതീതമായവൻ എന്നതാണ്. അള്ളാഹു തആലക്ക് സ്ഥലമോ കാലമോ ബാധകമല്ല. എന്തുകൊണ്ട്? അവനാണ് അതിന്റെ സൃഷ്ടാവ്. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഖദീം ആണ് എന്നുള്ളതിന് ലക്ഷ്യം നമ്മൾ പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബുർഹാൻ എന്നാണ്. ഹാത്തു ബുർഹാനക്കും അള്ളാഹു പറഞ്ഞില്ല, നിങ്ങൾ തെളിവുകൾ കൊണ്ടുപോയി. ഞങ്ങളുടെ തെളിവ് ഞങ്ങൾക്ക്, നിങ്ങൾ തെളിവുകൾ കൊണ്ടുപോയി, ഞങ്ങൾക്ക് തെളിവുണ്ട്. തെളിവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, സാധാരണ തെളിവല്ല, ലക്ഷ്യം എന്നാ പറഞ്ഞത്, സലക്ഷ്യം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാണ് എന്നുള്ളതിന് ഉള്ള ബുർഹാൻ തെളിവ് എന്താ? ഖദീം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസംഭവ്യത സംഭവിക്കും. അത് തന്നെ, ഒന്നിരിക്കൽ അത് ഖദീം. അതാ നമ്മളിപ്പോ ബുർഹാൻ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ അത് പരസ്പരം വൈരുദ്ധ്യമാണെന്നുള്ളത് വരും. ഈ സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമാണെന്ന് വരും. അല്ലെങ്കിൽ പിന്നെ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടൽ വരും. അല്ലെങ്കിൽ രണ്ട് വിരുദ്ധമായ കാര്യം ഒന്നിച്ചില്ലാതാവൽ വരും. അത് രണ്ടും പാടില്ല. പരസ്പര വിരുദ്ധമായത് ഒരുമിച്ച് കൂടാൻ പാടില്ല, വിരുദ്ധമായത് ഇല്ലാതിരിക്കാൻ പാടില്ല. ഇർത്തിഫാഉ നഖീദൈനി,
അതും പാടില്ലാത്തത് തന്നെയാണ്. അല്ലെങ്കിൽ ചെറുതും വലുതും ഒരുപോലെയാകും, അങ്ങനെ ഉണ്ടാകും പറ്റുമോ? ചെറുതും വലുതുമാണല്ലോ, ചെറുതും വലുതും ഒരുപോലെയാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വസ്തു മുന്തിയതാണെന്നും പിന്തിയതാണെന്ന് പറയേണ്ടി വരും. ഒരേ സമയത്ത് ഒരു വസ്തു മുന്തിയതാണെന്നും അതേ സമയത്ത് തന്നെ അത് പിന്തിയതാണെന്ന് പറയേണ്ടി വരും. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ അസ്വീകാര്യമായിരിക്കുന്നതിലേക്ക് എത്തുന്നത് ഏതാണോ അതൊക്കെ തന്നെ മുഹാലാണ്. അത് വന്നു കഴിഞ്ഞാൽ അതുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ, അല്ലേ? നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൗർ വരും, തസൽസുൽ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അവന്റെ അസ്തിത്വത്തിന് തുടക്കമുണ്ടായാൽ, അവന് ഉത്ഭവമുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെ ദൗർ വരും എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ തസൽസുൽ വരും. ദൗറും തസൽസുലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നതിന് വിരോധമില്ല ചുരുങ്ങിയ രൂപത്തിൽ. തസൽസുൽ എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ മറ്റൊന്നിന് പിറകെ ഇങ്ങനെ ചങ്ങലയായിട്ട് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്നത്. എന്താ തസൽസുൽ എന്ന് പറഞ്ഞാൽ? അനന്തമായിട്ട് നീണ്ടുപോകുന്നത്. അങ്ങനെ ഉണ്ടാവുമോ? അനന്തമായിട്ട് കണക്കില്ലാതെ നീണ്ടുപോവുക എന്നുള്ള അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. അതായത് അങ്ങനെ ഒരു വസ്തു ഉണ്ടാവില്ല എന്നർത്ഥം. അനന്തമായിട്ട് നീണ്ടുപോകുന്ന ഒരു വസ്തു ഇപ്പോൾ നിലവിലുണ്ടാവില്ല. ഇന്ന് ഭൂമി നമ്മൾ കാണുന്നത്, ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് പിന്നെ തുടക്കമില്ല. പ്രപഞ്ചത്തിന് തുടക്കമില്ലാതെ അനാദിയാണെന്ന് പറയുമ്പോൾ അതേതിലേക്ക് ഒരു പിന്നെ അനന്തമായ ഒരു നേരമ്പോക്കായിട്ട് അനന്തമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ ഇവരും അവിടെ തസൽസുൽ എന്ന് പറയുന്ന അസംഭവ്യമായിരിക്കുന്ന കാര്യം അവിടെ ഉണ്ടായിത്തീരും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ചോദിക്കട്ടെ, ഒരു അന്ധന് ഒരു കണ്ണ് കാണാത്ത ഒരാളെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റൊരു കണ്ണ് പൊട്ടനെ ഏൽപ്പിച്ചു കൊടുത്താൽ അയാൾ കണ്ണ് കാണും? ആളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമോ? ഒരു അന്ധനെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു അന്ധനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ അന്ധൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവോ? ഒരു കണ്ണുട്ടനെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വേറെ കണ്ണുട്ടനെ ഏൽപ്പിച്ച്, അപ്പൊ എന്നാ പിന്നെ മൂന്നാമത്തെ വേറെ കണ്ണുട്ടനെ ഏൽപ്പിച്ച്, മൂന്നാമത്തോനെ കാണിച്ചു കൊടുക്കാൻ വേറെ കണ്ണുട്ടനെ ഏൽപ്പിച്ച്, അങ്ങനെ ഒരു 25,000 കണ്ണുട്ടന്മാരെ ഏൽപ്പിച്ചാല് ഇയാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവോ? എത്തൂല. എന്തുകൊണ്ട്? ഒരാൾ എന്ത് വേണം? ഒരാൾ കണ്ണുള്ള ആള് വേണം. ഒരു പിന്നെ കണ്ണ് ഇല്ലാത്ത മനുഷ്യന്മാർ ഒരു വലിയ മീറ്റിങ്ങിന് കൂടിയിട്ട് വലിയ കാര്യമില്ല. ഒരാൾ എന്ത് വേണം? ഒരാൾ കണ്ണുള്ള ആള് വേണം, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധ്യമല്ല. അപ്പൊ എത്ര ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? കണ്ണുള്ള ഒരാൾ വേണം. പൂജ്യങ്ങൾ നിങ്ങൾ നിരത്തി വെച്ചോളൂ. ജിദ്ദയിൽ ഇന്ത്യ വരെ, കേരളത്തിൽ വരെ പൂജ്യങ്ങൾ നിരത്തി വെച്ചോളൂ. എത്ര പൂജ്യം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതിന് തലക്കൽ ഒന്നുമില്ലെങ്കിൽ ഈ പൂജ്യത്തിന് വല്ല വിലയുണ്ടോ? ഒരു വിലയില്ല. പൂജ്യം നിങ്ങൾ എത്ര എണ്ണം അടുക്കി വെച്ചാലും ലക്ഷക്കണക്കിന്, ബില്യൺ കണക്കിന് നിങ്ങൾ അടുക്കി വെച്ചാലും ആ പൂജ്യമൊക്കെ ഒന്നുമില്ലാത്തതിന്റെ സ്ഥാനത്താണ്. അതിനെന്ത് വേണം? തലക്കൽ ഒന്നിരിക്കൽ ഒന്ന് തന്നെ വേണം, ചുരുങ്ങിയത് ഒന്ന് തന്നെ വേണം. ഒരു അക്ഷരം, ഈ ഒന്നാണ് തൊട്ടടുത്ത പൂജ്യത്തിലേക്ക് വാല്യൂ നൽകുന്നത്. ഈ പൂജ്യമാണ് അതിന് തൊട്ടടുത്തുള്ളതിന് വാല്യൂ നൽകുന്നത്. അതാണ് അതിന് തൊട്ടടുത്തുള്ളതിന് വാല്യൂ നൽകുന്നത്. പക്ഷെ തലക്കൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമുക്കൊരു ഡ്രാഫ്റ്റ് കിട്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എവിടേക്കാണ് നോക്കുക? ആദ്യം അപ്പുറത്തേക്കുള്ള തലക്കലേക്കാണ് നോക്കുന്നത്. എന്തുകൊണ്ട്? തലക്കല് എത്രയാണെന്ന് എഴുതി കാണുന്ന 4 ഇങ്ങോട്ട് പൂജ്യം കണ്ടിട്ട് കാര്യമുള്ളൂ, അല്ലേ? പൂജ്യം 5-6 കണ്ടെന്ന് വെച്ചോളൂ ഇപ്പുറത്തേക്ക്. എത്ര നമുക്ക് വിട്ടൊന്നും കിട്ടൂല. കാരണം തലക്കലേക്ക് നമ്മൾ നോക്കണം. തലക്കല് 2 3 4 ആദ്യത്തിലേക്ക് നമ്മൾ നോക്കുക. അതുകൊണ്ട് ആദ്യത്തിലുള്ള ഒരു അക്ഷരമാണ് ഇതിനൊക്കെ വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ അത് അനന്തമായിട്ട് നീണ്ടുപോയിട്ട് കാര്യമില്ല. അത് എവിടെ ഒരു അവസാനിക്കുന്ന അതായത് ഇതിനൊക്കെ തന്നെ ഒരു മൂല്യം കൊടുത്തതായ, ഒരു വാല്യൂ കൊടുത്ത ഒരു സാധനമാണ്. അതിൽ അനന്തമായി നീണ്ടുപോയിട്ട് കാര്യമില്ല. ഈ കണ്ണുട്ടന്മാരെ കൈ പിടിക്കാനാക്കിയത് പോലെയാണ്.
ഒരു കണ്ണുകൊട്ടൽ വഴി കാണാൻ വേണ്ടിയിട്ട് മറ്റു കണ്ണെട്ടന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ്. അത് എവിടെയും അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തൂല. അപ്പോ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ലെങ്കിൽ, ഇപ്പൊ നിരീശ്വരവാദികളൊക്കെ അവർ വാദിക്കുന്നതാണ് ഈ പ്രപഞ്ചം അനാദിയാണ്, ഈ പ്രപഞ്ചത്തിൽ ഉത്ഭവമില്ല. ഉത്ഭവമില്ലാത്ത ഒന്നിന് കാരണമോ സൃഷ്ടാവോ ചോദിക്കരുത്, ഇതാണ് അവരുടെ വാദം. പോലെ സമാധാനിച്ചിരിക്കുകയാണ്. ഉത്ഭവമില്ലാത്ത ഒന്നിന് എന്തിന്റെ ആവശ്യമില്ല? കാരണത്തിന്റെ ആവശ്യമില്ല, സൃഷ്ടാവിന്റെ ആവശ്യമില്ല. അപ്പോ ഉത്ഭവമില്ലാത്ത ഒന്നും അവിടെ വേണമെന്ന് രണ്ടു കൂട്ടർ സമ്മതിക്കുന്നുണ്ട്. അത് ഈശ്വര വിശ്വാസികളായ വിശ്വാസികളും നിരീശ്വരവാദികളൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഒന്ന് ഇവിടെ എന്തായാലും എന്ത് വേണം? അനാദ്യമായത് വേണം. അത് പ്രപഞ്ചമാണെന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ നമ്മൾ പറയുന്നു പ്രപഞ്ചത്തിന് ഉത്ഭവമുണ്ട്, അതുകൊണ്ട് തന്നെ പ്രപഞ്ചം എന്താൻ പാടില്ല, ഇവിടെ അനാദിയാൻ പാടില്ല. അത് ഉത്ഭവമുള്ളതാണ്. ഉത്ഭവമുള്ളതായതുകൊണ്ട് അതിനുണ്ടാക്കിയ അനാദിയായ ഒരുത്തൻ, ഇവിടെ സൃഷ്ടിച്ച ഖദീമായ അനാദിയായ ഒരു സൃഷ്ടാവ് ഇവിടെ വേണം. നമ്മൾ സൃഷ്ടാവിനാണ് അനാദിത്വം കൽപ്പിക്കുന്നത്, അവരെ സൃഷ്ടിക്കാണ് അനാദിത്വം കൽപ്പിക്കുന്നത്. അപ്പൊ രണ്ടു കൂട്ടർ അംഗീകരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? രണ്ടു കൂട്ടരും എന്ത്? പിന്നെ ഈ നിരീശ്വരവാദികൾ എന്ത് പറയുന്നുണ്ട്? നിരീശ്വരവാദികൾ പറയുന്നത് എന്തായാലും ഒന്നിനെന്ത് വേണം? അവര് പറയുന്ന പ്രപഞ്ചത്തിന് എന്തുണ്ട്? തുടക്കമുണ്ട്. പ്രപഞ്ചത്തിന് അല്ല, പിന്നെ പ്രപഞ്ചത്തിന് തുടക്കമില്ല, അത് അനാദിയായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അതിനെന്ത് അന്വേഷിക്കരുത്? അതിന് ഒരു കാരണത്തെ അന്വേഷിക്കരുത്, ഒരു സൃഷ്ടാവിനെ അന്വേഷിക്കരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഇന്നത്തെ നിരീശ്വരവാദികളെ കണ്ട ദൈവം എന്ന് വേണമെങ്കിൽ പറയാൻ ഒരാളുണ്ട്. ഒരു പിന്നെ എന്താണ് അവന്റെ പേര്? അയാളുടെ പേര് റിച്ചാർഡ് ഡോക്കിൻസ് എന്നാണ്. റിച്ചാർഡ് ഡോക്കിൻസ് യൂറോപ്പിലൊക്കെ ഉള്ള അനുഭവം. പിന്നെ നമ്മുടെ മുസ്ലിങ്ങൾ തന്നെ അയാളായിട്ട് ഒരുപാട് സംവാദങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നിരീശ്വരവാദികളെ വലിയ നേതാവാണ്, ലോക നിരീശ്വരവാദികളുടെ നേതാവാണ്. അയാൾ എഴുതി വിട്ട വിഡിത്തങ്ങളൊക്കെ നാം കാണുകയാണെങ്കിൽ ഒരിടത്ത് അയാൾ പറഞ്ഞത് കേട്ടോളൂ. എല്ലാം ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ മാത്രം ആരുണ്ടാക്കിയില്ല എന്ന് പറയുന്നത് കബളിപ്പിക്കലാണ്. എല്ലാം ദൈവം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ദൈവത്തെ ആരുണ്ടാക്കിയില്ല എന്ന് പറയാതിരിക്കുന്നത് കബളിപ്പിക്കലാണ്. പിന്നെ വേറെ സ്ഥലത്ത് ദൈവം മാത്രം എങ്ങനെ യാദൃശ്ചികമായി ഉണ്ടായി? ദൈവത്തിന് കാരണം ദൈവമാണെങ്കിൽ എല്ലാ വസ്തുവിനും കാരണം അതാത് വസ്തുവാണെന്ന് വാദിക്കാം. ഒരു സ്ഥലത്ത് അങ്ങനെ. വേറെ സ്ഥലത്ത് എന്താ പറയുന്നത്? പിന്നെ വാസ്തവത്തിൽ ആസൂത്രണത്തെയും ആസൂത്രകനെയും ഒഴിച്ചുകൊണ്ടുള്ള പ്രപഞ്ച സൃഷ്ടിവാദം തീരെ ദുർബലമാണ്. എന്തെന്നാൽ ആസൂത്രകനും ബാധകമാണ്. ആസൂത്രകനെ ആസൂത്രണം ചെയ്യേണ്ടി വരുമ്പോൾ, പിന്നീട് പരമ്പരയായി പുറകോട്ട് വിശദീകരിക്കേണ്ടി വരുമ്പോൾ അത് വെറും സമയം മെനക്കെടലായിത്തീരും. അപ്പൊ അവർക്ക് പേടിണ്ട്. അപ്പൊ ആസൂത്രകന്, അയാൾ മലയാളിയല്ല, അയാളുടെ ഈ പിന്നെ ഇംഗ്ലീഷിലുള്ള ബുക്ക് കേരളത്തിലെ മലയാളികളായ നിരീശ്വരവാദികൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനാ വായിച്ചത്. മനസ്സിലായില്ലേ? ആ കേരളത്തിലെ നിരീശ്വരവാദികളെ പിന്നെ നേതാക്കന്മാര് അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിലുള്ള ഉദാഹരണങ്ങളാണ് വായിച്ചത്. പിന്നെ വേറെ സ്ഥലത്ത് പറയുന്നത് ദൈവം ഉണ്ടായത് യാദൃശ്ചികമാണ്. ദൈവം ഉണ്ടായത് യാദൃശ്ചികമാണ്, എന്നാൽ ബാക്കിയൊന്നും അങ്ങനെയല്ല. നോക്കൂ, നിയമം രാജാവിന് ബാധകമല്ല. നിയമം രാജാവിന് ബാധകമല്ലാതെ എല്ലാം ദൈവം ഉണ്ടാക്കിയതെങ്കിൽ ദൈവത്തിനാരുണ്ടാക്കിയെന്നുള്ളത്. എന്നാൽ തത്വശാസ്ത്രത്തിന്റെ സാമാന്യ ധാരണ പോലും ഇല്ലാതെയാണ് ഈ വലിയ ദൈവനിഷേധി അല്ലെങ്കിൽ ഈ നാസ്തികൻ പിന്നെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്. സത്യത്തില് നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ വിശ്വാസം അള്ളാഹുവിന് ആരംഭമില്ല, അവൻ ഖദീമാണ്.
അതായത് യാദൃശ്ചികമായോ അല്ലാതെ ഉണ്ടായെന്ന വാദം തന്നെ നമുക്കില്ല. ദൈവം ഉണ്ടായതാണെന്നുള്ള വാദം നമുക്കില്ല തന്നെ. ഉണ്ടായതാണെങ്കിൽ നമ്മളോട് ആരുണ്ടാക്കി ചോദിക്കേണ്ടതുള്ളൂ. ഇയാളുടെ ചോദ്യത്തിന്റെ മർമ്മം എന്താണ്? ദൈവം ഉണ്ടായത് യാദൃശ്ചികമായാണ്, എന്നാൽ ബാക്കിയൊന്നും അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ യാദൃശ്ചികമായിട്ട് ഉണ്ടായതാണെന്നുള്ള വാദം തന്നെ നമുക്കില്ല. ഉണ്ടായതാണെന്നുള്ള അല്ലാഹു എന്നുമൊന്നും ഉള്ളവനാണെന്ന്, അവന്റെ അസ്തിത്വത്തിന് തുടക്കമില്ല. അവൻ എന്നുമൊന്നും ഉള്ളവനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നുമൊന്നും ഉള്ളവനാണ്. പിന്നെ അവന് കാരണം അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അവര് പറഞ്ഞ ചുരുക്കം എന്താണ്? പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ആര് എന്നുള്ള ചോദ്യം അവർ നേരിടുന്നത് എങ്ങനെ? പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ആര് എന്നുള്ള ചോദ്യത്തിന് അവർ നേരിടുന്നത് പ്രപഞ്ചത്തിന് ഉത്ഭവമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. ഉത്ഭവമില്ലാത്ത ഒന്നിന് കാരണമോ സൃഷ്ടാവോ ആവശ്യമില്ല എന്നുള്ളത് തത്വശാസ്ത്രത്തിന്റെ അംഗീകൃതമായ ന്യായമാണ് കൊലപാതകം. അപ്പോ ഉത്ഭവമില്ലാത്ത ഒന്നിന് സൃഷ്ടാവിന്റെ ആവശ്യമില്ല. അതിന് സൃഷ്ടാവ് ചോദിക്കരുത്, അതിന്റെ കാരണം ചോദിക്കരുത്. നമ്മളത് പറയുകയാണെങ്കിൽ അതുവരെ എതിർക്കും ചെയ്തത് ഈ പ്രപഞ്ചത്തിന് ഉത്ഭവമുണ്ട്. പ്രപഞ്ചത്തിന് ഉത്ഭവം ഉള്ളത് കൊണ്ട് തന്നെ സൃഷ്ടിക്കുന്ന ഒരാളും ഉണ്ടാവൽ നിർബന്ധമാണ്. അവന് ഉത്ഭവം ഉണ്ടാവില്ല. കാരണം കൊണ്ട് അവന് കാരണമില്ല, അവനെ സൃഷ്ടിച്ചവനുമില്ല. കാരണം കൊണ്ട് അവന് ഉത്ഭവമില്ലാത്തത് കൊണ്ട് തന്നെ ഉത്ഭവമില്ലാത്ത ഒന്നിന് കാരണമോ സൃഷ്ടാവോ വേണ്ട എന്നുള്ളത് അത് ഇവരെ എഴുതി വെച്ചു കൊടുത്ത്, അത് ഇവര് പ്രപഞ്ചത്തിൽ വെച്ചു കൊടുത്ത് നമ്മളത് സൃഷ്ടാവിനാണ് വെച്ചു കൊടുക്കുന്നത്. അതായത് ഒരു കദീമ, ഏതായാലും ഒരു അനാദിയായ ഒന്ന് ഉണ്ടാവും നിർബന്ധമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നത്. അത് നമ്മൾ അംഗീകരിക്കുന്നത്, അവർ അംഗീകരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഏതാണ്? അള്ളാഹു മാത്രമാണ് അനാദിയായിട്ടുണ്ടാവുള്ളൂ. ഇന്നത്തെ ഈ പ്രപഞ്ചത്തിന്, ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവമുണ്ട്, യാതൊരു സംശയ കാര്യത്തിലില്ല. പ്രപഞ്ചത്തിന് ഉത്ഭവമുള്ളത് കൊണ്ട് തന്നെ അതിനുണ്ടാക്കിയ ഒരാൾ വേണം. അപ്പൊ പ്രപഞ്ചം ഏതായാലും അനാദിയല്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവ് വേണം. അവനെ കുറിച്ചാണ് പ്രവാചകന്മാർ അള്ളാഹു വിശേഷിപ്പിച്ചതും അവൻ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതും. അപ്പോ ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഒരു കാര്യം എന്ത്? ഇവിടെ ഒരു തുടക്കമില്ലാത്ത ഒന്നുണ്ടാവുന്നത് നിർബന്ധമാണ്. അത് നമ്മൾ പറയുന്നത് സൃഷ്ടാവാണ്, അവർ പറയുന്നു സൃഷ്ടിയാണെന്ന്. സൃഷ്ടിയാണെന്ന് പറഞ്ഞവർക്ക് അത്, അപ്പോ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചമാണെന്ന് പറയുന്നവർക്ക് അത് സ്വയം ഉണ്ടായി എന്നുള്ളത് അവർക്ക് ഇതുവരെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. സാധിക്കുന്ന കാര്യമില്ല, സ്വയം ഉണ്ടാവില്ല. ഒരു വസ്തു നിർജീവമായ വസ്തുവും അതിനൊന്നും ഉണ്ടാവില്ല. ജീവനുള്ള വസ്തുക്കളിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഹയ്യും കയ്യുമായിരിക്കുന്ന ഒരാൾ ഒരു സൃഷ്ടിയിൽ നിന്ന് മാത്രമേ മറ്റു സൃഷ്ടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ. നിർജീവമായ വസ്തുക്കളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ചുരുക്കം പറയാണെങ്കിൽ അള്ളാഹു ഖദീമാണെന്ന് നാം സ്ഥിരപ്പെടുത്തുകയാണ്. അള്ളാഹു ഖദീമാണെന്ന് സ്ഥിരപ്പെടുത്തുക. അള്ളാഹു ഖദീമ അല്ല എന്ന് പറഞ്ഞാൽ അവനുണ്ടായതിന് തുടക്കമുണ്ട് എന്ന് വരും. തുടക്കമുണ്ടെങ്കിൽ, അള്ളാഹു ഉണ്ടായതിന് തുടക്കമുണ്ടെങ്കിൽ അപ്പോ അവനെ സൃഷ്ടിച്ചവർക്ക് വേറെ വേണ്ടി വരും. അള്ളാഹുവിന് തുടക്കമുണ്ടെങ്കിൽ അവൻ ഉണ്ടാക്കിയ ഒരാൾ വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തു ഹാദിസാണെന്ന് പറഞ്ഞാൽ, ഒരു വസ്തു ഉത്ഭവമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ സൃഷ്ടിച്ച ഒരാൾ നിർബന്ധമായിട്ടുമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെളിവ് ബുർഹാൻ വെച്ച് നാം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമല്ല എന്ന് പറഞ്ഞാൽ ഹാദിസാവണം, ഉത്ഭവമുള്ളവനാവണം. ഉത്ഭവമില്ലാത്തവനാണ് എന്നുള്ളത് അംഗീകരിക്കില്ലെങ്കിൽ ഉത്ഭവമുള്ളവനാണല്ലോ. കാരണം ഒരു വസ്തു ഒന്നിരിക്കൽ ഉത്ഭവമുള്ളതായിരിക്കും, ഉത്ഭവമില്ലാത്ത രണ്ടാവുള്ളൂ, മൂന്നാമത്തൊന്നുമില്ല. ഒന്നുകിൽ ഒരു വസ്തു ഉത്ഭവമുള്ളത് അല്ലെങ്കിൽ ഉത്ഭവമില്ലാത്തത്. ഉത്ഭവമില്ലാത്തതാണ് അംഗീകരിക്കില്ലെങ്കിൽ ഉത്ഭവമുള്ളതാണ് അംഗീകരിക്കണം. ഉത്ഭവം ഉണ്ടെങ്കിൽ അവൻ ഉണ്ടാക്കിയ ഒരാൾ വേണം. അപ്പൊ സൃഷ്ടാവിന് ഉണ്ടാക്കിയ ഒരാൾ വേണം. എന്നാൽ അവനോ ഈ സൃഷ്ടാവിന് ഉണ്ടാക്കിയതായിരിക്കുന്ന ഒന്ന് അതിന് ഉത്ഭവം ഉണ്ടോ അല്ലേ? ഇപ്പൊ ചർച്ച അള്ളാഹുവിനെ, അതായത് സൃഷ്ടാവിന് ഉണ്ടാക്കിയ ഒരാളെ കുറിച്ചാ ചർച്ച. അയാൾ ഇതുപോലെ തന്നെയാണോ ആദ്യത്തെ ആ സൃഷ്ടിയുടെ സൃഷ്ടാവിന്റെ അവസ്ഥ പോലെ തന്നെ അതിനും തുടക്കമുണ്ടോ ഇല്ലേ? അതിന് തുടക്കമുണ്ടെങ്കിൽ അതിനുണ്ടാക്കിയ വേറൊരാൾ വേണം. അതോ അതിന് തുടക്കമുണ്ടെങ്കിൽ അതിനുണ്ടാക്കിയ ഒരാൾ വേണം. അങ്ങനെ അനന്തമായി നിന്നു പോകും. അനന്തമായി നിന്നു പോകുന്നുണ്ടാവാൻ പാടില്ല. അതല്ല,
ആദ്യം നാല് ദൈവങ്ങളാണുള്ളതെന്ന് വെച്ചോളി. 4 ദൈവങ്ങൾ സങ്കല്പിച്ചോളി. നാലാമത്തെ ദൈവത്തിന് മൂന്നാമത്തെ ദൈവം ഉണ്ടാക്കി, മൂന്നാമത്തെ ദൈവത്തിന് രണ്ടാമത്തെ ദൈവം ഉണ്ടാക്കി, പിന്നെ രണ്ടാമത്തെ ദൈവത്തിന് ഒന്നാമത്തെ ദൈവം ഉണ്ടാക്കി. ഒന്നാമത്തെ ദൈവത്തിന് ആരുണ്ടാക്കി? അങ്ങോട്ടില്ലല്ലോ. ഒന്നാമത്തെ ദൈവത്തിന് ഉണ്ടാക്കി അങ്ങോട്ടില്ലെന്നാണ് ഒന്നിരിക്കൽ എന്താണ്? ഈ ഒന്നാമത്തെ ദൈവത്തിന് ആരുണ്ടാക്കേണ്ടത്? മുന്നിരിക്കൽ രണ്ടാമത്തെ ദൈവം അല്ലെങ്കിൽ മൂന്നാമത്തെ ദൈവം നാലാമത്തെ ദൈവം ഉണ്ടാക്കുന്നത്. കാരണം 4 ദൈവങ്ങളുള്ളൂ എന്ന് വെച്ചോളൂ. 4 ദൈവമുള്ളൂ എന്ന് വെക്കാനുണ്ടെങ്കിൽ ഇപ്പോ അനന്തമായി നീണ്ടു പോകുന്നില്ല. ഒരു 4 ദൈവയുടെ 40 ദൈവം ഉണ്ടെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 33 മുക്കോടി ദൈവം ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയല്ല ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. 33 കോടി 33 കോടി ദൈവങ്ങളുണ്ട് വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെ സങ്കല്പിക്കാം. അപ്പൊ അവരെന്താ പറയുന്നത്? എന്നാൽ ഈ ദൈവങ്ങളൊക്കെ ഒരു ദൈവത്തിന് ആരുണ്ടാക്കി? മറ്റേ ദൈവം ഉണ്ടാക്കി. ആ ദൈവത്തിന് വേറെ ആളുണ്ടാക്കി. മറ്റേ ദൈവത്തിന് അങ്ങനെ പോയിട്ട് അവസാന ദൈവം ഉണ്ടാവുമല്ലോ. ആ ദൈവത്തെ ആരുണ്ടാക്കി വരും. അപ്പൊ ഈ 33 മുക്കോടിയാണെങ്കിൽ ആദ്യത്തെ ദൈവത്തിന് ഈ പറയപ്പെട്ട ശേഷമുള്ള ഏതെങ്കിലും ദൈവം ഉണ്ടാക്കി എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഉണ്ടാവോ? അപ്പൊ എന്തായി? വല്യാപ്പാന്റെ വാപ്പാരാണ് പേരമകനാന്ന് പറയേണ്ടി വരും. വല്യാപ്പാന്റെ വാപ്പാരാണ് പേരമകൻ, വല്യാപ്പാന്റെ വാപ്പയാണെന്ന് പറയേണ്ടി വരും. അതേ സ്ഥാനത്തെ വരിക ദൗർ വന്ന്. അതല്ല അനന്തമായി നീണ്ടു പോവുകയാണെങ്കിലും അനന്തമായി നീണ്ടു പോകുന്നൊന്നുമില്ല. അനന്തമായി നീണ്ടു പോകുന്നൊന്നുമില്ല. നമ്മൾ പറഞ്ഞല്ലോ, പൂജ്യത്തിന്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് പൂജ്യട്ടതുകൊണ്ട് അത് എവിടെയെത്തൂല. അത് വേണം, അതിന് ഒരു അർത്ഥം നൽകുന്ന ഒരു വസ്തു ഉണ്ടാവേണ്ടതുണ്ട്. എന്നാല് ആ വസ്തു നിലവിൽ ഉള്ളതായിട്ട് പറയപ്പെടുകയുള്ളൂ. പ്രപഞ്ചം നിലവിലുള്ള വസ്തുവാണ്. അപ്പൊ അതിന് എന്താണ് അർത്ഥം നൽകിയ ഒരു ശക്തി ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. അത് ഉണ്ടായിരിക്കല് നിർബന്ധമാണ്. അപ്പൊ 2 കാര്യം അവിടെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീം അല്ലെങ്കിൽ ഒന്നുകിൽ ദൗർ വരും. ദൗർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ ഉദാഹരണത്തിൽ ഒരാൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അയാള് ഒരു സ്കൂളിലേക്ക് ചെന്ന സന്ദർഭത്തിൽ സ്കൂൾ പറഞ്ഞ് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഒരു വാഹനം ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു വാഹനം ഉണ്ടാവേണ്ടത്. ഡ്രൈവിംഗ് പഠിച്ച് വാഹനം എടുക്കണമല്ലോ. അപ്പൊ അയാൾ വാഹനം വാങ്ങി. വാഹനം വാങ്ങാൻ വേണ്ടി കടയിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾക്ക് വാഹനം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ഇയാൾക്ക് വാഹനം കിട്ടുമോ ലൈസൻസ് കിട്ടുമോ? എന്താണ് ഇവിടെ വിഷയം? എന്താണ്? ഒരാൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ, ഡ്രൈവിംഗ് പഠിക്കാൻ സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരിക്കേണ്ടതാകുന്നു, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുള്ളൂ. അയാള് വാഹനം വാങ്ങാൻ വേണ്ടി വണ്ടി വാങ്ങാൻ വേണ്ടി കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി തരണമെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് വേണം. ഇയാൾക്ക് ലൈസൻസ് കിട്ടൂല, വണ്ടി കിട്ടൂല. ഉറപ്പല്ലേ? എന്തുകൊണ്ട്? ലൈസൻസ് കിട്ടുക എന്നുള്ളത് വണ്ടിയുടെ മേൽ മുത്തവഖിഫായി. അത് വേണം. വണ്ടി കിട്ടുക എന്നുള്ളതോ ഇതിന്മേലും ലൈസൻസ് കിട്ടിയാലേ വണ്ടി കിട്ടുള്ളൂ. വണ്ടി കിട്ടിയെങ്കിലേ ലൈസൻസ് കിട്ടുള്ളൂ. അപ്പൊ രണ്ടും കിട്ടൂല. ഉണ്ടാവില്ല. അത് തന്നെ, അതാണ് ദൗർ. അല്ലെ ഇത്ര ഒന്നായിട്ടാ പറഞ്ഞത്. ഇപ്പൊ രണ്ടായിട്ട് കൂട്ടാം. അയാള് ഉണ്ടാവാൻ കാരണം അയാളുടെ പിതാവ്, മാതാപിതാക്കള്. ഈ മാതാപിതാക്കൾ ഉണ്ടാവാൻ കാരണം എന്ത്? അവരുടെ മാതാപിതാക്കള്. എന്നാൽ ഈ വല്യാപ്പാരായിരിക്കുന്ന മാതാപിതാക്കള് ഉണ്ടാവാൻ കാരണം പേരമകൻ ആവാൻ പറ്റുമോ? പേരമകൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. പേരമകൻ ഒരിക്കലും വല്യാപ്പ ഉണ്ടാവാനുള്ള കാരണമാവൂല. അതായത് തുടക്കത്തിലുള്ളത് അതിന്റെ കാരണം ശേഷമുള്ളതാവാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ദൗർ എന്ന് പറയുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉണ്ടായതിന് തുടക്കം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ദൗർ എന്ന് പറയുന്ന അസംഭവ്യത വരുന്നുണ്ട്. ദൗർ മനസ്സിലാക്കി, ലൈസൻസിന്റെയും ഡ്രൈവറിന്റെയും ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി ദൗർ എന്താണെന്ന് മനസ്സിലാക്കി. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ തസൽസുൽ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കി. തസൽസുൽ എന്ന് പറഞ്ഞാൽ അനന്തമായി നീണ്ടു പോവുക. അതായത് ഇങ്ങനെ വെച്ചോളൂ, ഒരാള് ഉണ്ടാവാൻ കാരണം അംർ ഉണ്ടാവാൻ കാരണം ബക്ർ ഉണ്ടാവാൻ കാരണം ഖാലിദ് ഉണ്ടാവാൻ കാരണം സിയാദ് ഉണ്ടാവാൻ കാരണം എന്താണ് സൈദാൻ. ഇങ്ങനെ അനന്തമായി നീണ്ടു പോകാൻ പാടില്ല.
അതാണ് തസൽസുൽ. ഒന്നുണ്ടാവുന്നതിൽ മറ്റൊന്നിങ്ങനെ പോയി അതുണ്ടാവാൻ അങ്ങനെ അറ്റമായി പോകുന്നു. അപ്പൊ രണ്ടാമതാണ് പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമല്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ അത് ദൗർ വരും അല്ലെങ്കിൽ തസൽസുൽ വരും. ഇത് രണ്ടും പാടില്ലാത്തതാണ്. അപ്പൊ ദൗർ തസൽസുലിലേക്ക് എത്തിച്ചേർത്തതായിരിക്കും ഒന്നേതാകുന്നു യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഖദീമല്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഖദീമല്ല അപ്പോൾ ഈ അസംഭവ്യതയുള്ളതുകൊണ്ട് അല്ലാഹു ഖദീമാണെന്നുള്ളതാണ് സ്ഥിരപ്പെടുന്നത്. അതാണ് ബുർഹാൻ. മനസ്സിലായില്ലേ? ഇതാണ് ബുർഹാൻ. ബുർഹാൻ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്, അതെല്ലാം അംഗീകരിക്കുന്നതാണ്. അതെല്ലാം അംഗീകരിക്കും. ഇവിടെ ഏത് നിരീശ്വരവാദി വന്നാലും നമുക്ക് ചോദിക്കാം, ദൈവത്തെ സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിക്കാൻ വരുന്ന നിരീശ്വരവാദികളോട് നമുക്ക് ചോദിക്കാം, ദൈവത്തിന് ഉത്ഭവം ഉണ്ടെങ്കിലല്ലേ അതിനെ സൃഷ്ടിച്ച ഒരാൾ ആവശ്യമുള്ളൂ? ദൈവത്തിന് ഉത്ഭവമില്ല. ദൈവത്തിന്റെ അസ്തിത്വം അവന്റെ സ്വന്തം സത്തയിൽ തന്നെയാകുന്നു. അവന് അസ്തിത്വം നൽകിയത് മറ്റൊരു ശക്തിയല്ല, മറ്റൊരു ശക്തിയാണെന്നുള്ള നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തിക്ക് ആരാണ് ഇവിടെ അസ്തിത്വം കൊടുക്കുന്നത് ചോദിക്കും. അത് വേറൊരു ദൈവമാണെന്ന് പറയുകയാണെങ്കിൽ അതാണ് ദൈവം, ഇത് ദൈവമല്ല, ഇത് സൃഷ്ടിയാണ്. അതാണ് ഖാലിഖ്, ഇത് മഖ്ലൂഖാണ്. എന്നാൽ അതോ അതിന് അസ്തിത്വം കൊടുത്ത ഒരാൾ വേണമെന്നാണ് വാദിക്കുന്നത്. അതിന് അസ്തിത്വം കൊടുത്ത ഒരാൾ വാദിക്കുകയാണെങ്കിൽ അത് വേറൊരു ദൈവമാണെന്ന് പറയുകയാണെങ്കിൽ ആ ദൈവത്തിന് അസ്തിത്വം കൊടുത്ത ആരും ചോദിക്കും. അങ്ങനെ എത്ര നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാലും അതൊക്കെ തന്നെ ഈ ചോദ്യം അവിടേക്ക് എടുത്തിടാൻ സാധിക്കും. അപ്പൊ അവസാനം എന്തുവാണ് അവിടെ? ഇതിങ്ങനെ അനന്തമായി നിന്നു പോകുന്നത് വരും. അതായത് ആരും അംഗീകരിക്കൂല. അപ്പൊ ഒരാൾ ഇവിടെ വേണം, ഒരു സൃഷ്ടാവ് ഇവിടെ വേണം, സ്വന്തമായിട്ട് അസ്തിത്വമുള്ള ഒരു സൃഷ്ടാവ് ഇവിടെ വേണം. ഞാൻ ചോദിക്കട്ടെ, പിന്നെ പഞ്ചസാരക്ക് നമ്മളിപ്പോ പഴം കഴിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് മധുരം ഉണ്ടാകുന്നത്? ചായ കുടിക്കുകയാണെങ്കിൽ മധുരക്കുന്നത് എന്തുകൊണ്ടാ? ചായക്ക് മധുരമുള്ളത് എന്തുകൊണ്ടാണ്? അതിൽ പഞ്ചസാര ഉള്ളത് കൊണ്ട്. വാഴപ്പഴം കഴിക്കുമ്പോൾ അതിലുള്ളതുകൊണ്ടാണ് പഞ്ചസാര ഉള്ളതുകൊണ്ടാണ്, ഷുഗർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മധുരം കിട്ടുന്നത്, അല്ലെ? അപ്പൊ എന്താണ് ഈ മധുരം എന്നുള്ളത് എന്താണ്? മറ്റുള്ളത് നേടിയെടുത്തതാ. ചായ ആവട്ടെ, ഇനി പാൽച്ചായ ആലുമില്ല, പഴമാലുമില്ല, ഇനി ആപ്പിളാലുമില്ല, മറ്റേത് പഴങ്ങളെടുത്ത് മധുരം എന്ത് പാടുത്താലും അതിനൊക്കെ മധുരം ഉണ്ടാകുന്നത് മറ്റേത് മധുരം എന്ന് പറയുന്ന വസ്തു അതിൽ അടങ്ങിയതുകൊണ്ടാണ്. അതാ. എന്നാൽ ഈ മധുരം എങ്ങനെയുണ്ടാ മധുരാതെന്ന് ചോദിച്ചാൽ അതിനർത്ഥമുണ്ടോ? മധുരത്തിന് എങ്ങനെ മധുരം വന്നു ചോദിച്ചാൽ മധുരം കൊണ്ടാ മധുരത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? മധുരത്തിന് കാരണം എന്താ? മധുരത്തിന് കാരണം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ചായയിൽ മധുരം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ ചായ മധുരം ഇല്ലാത്തത്? അല്ലെ ചായ എന്തുകൊണ്ട് മധുരം എന്ന് ചോദിക്കാം. അതുപോലെ വെള്ളം എടുത്തോളൂ നിങ്ങൾ. ഇതുപോലെ ഒരു ഉദാഹരണം എടുത്തു. ഒരു വസ്തുവിന്റെ സത്ത, ഒരു വസ്തുവിന്റെ ധാതു, അതിന് കാരണം അന്വേഷിക്കാൻ പാടില്ല. ആ ഒരു വസ്തുവിന്റെ അസ്തിത്വം അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് കാരണം അന്വേഷിച്ച കാര്യമില്ല. അതിന് സ്വാഭാവിക ഗുണമാണത്. നമ്മളിപ്പോ മേശമേൽ കുറച്ച് വെള്ളായി, അതിന്റെ ഇവിടെ വെള്ളാതെ കൈമൽ വെള്ളായി, അപ്പൊ കയ്യിൽ നിന്ന് അഞ്ചു ചോദിക്കാം. അപ്പൊ ഒരാൾ സലാം പറഞ്ഞ് കൈ തന്നപ്പോൾ നമ്മുടെ കയ്യിലെ വെള്ളായാലി അങ്ങനെ കയ്യിൽ വെള്ളായത് ചോദിക്കാൻ നമുക്ക്. എന്തുകൊണ്ട്? കൈയിന്റെ സ്വഭാവം എന്തല്ല, വെള്ളമായിരിക്കുക എന്നുള്ളത് കയ്യിന്റെ സ്വഭാവമല്ല, അത് ഉണങ്ങിയ അതായത് ജാഫായിരിക്കുക എന്നുള്ളതാ കയ്യിന്റെ സ്വഭാവം. അപ്പൊ ആ കയ്യിലെ നനവ് കുടിക്കാൻ നമുക്ക് കൈ നനഞ്ഞത് അതിന് കാരണം നമുക്ക് അന്വേഷിക്കാം. എന്തുകൊണ്ട് വെള്ളമായി എന്നുള്ളത് നമുക്ക് കാരണം അന്വേഷിക്കാത്തതുകൊണ്ട് അതിൻ്റെതായ അസ്തിത്വപ്പെട്ട ഒരു കാര്യമുള്ളത്. അല്ലെങ്കിൽ ഒരു പഞ്ഞിയിൽ എന്തുകൊണ്ട് അതൊരു ചുവന്ന പഞ്ഞി കണ്ട് നമ്മള് ഒരു പഞ്ഞി വെളുത്ത പഞ്ഞിയിൽ ചുവപ്പ് കളറായി കണ്ടാൽ ചോദിക്കുന്നത് എങ്ങനെ ആ പഞ്ഞി കണ്ട എത്ര ഒരു പിന്നെ ഈ കളർ എങ്ങനെ വന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാതെ തുടച്ചിട്ടുണ്ടായിരിക്കും രക്തം, അതുകൊണ്ട് തുടച്ചിട്ടുണ്ടായിരിക്കാം പഞ്ഞി. അല്ലേ? ഹോസ്പിറ്റലൊക്കെ ചെന്നാണെങ്കിൽ പഞ്ഞി എന്താണ് ചുവന്ന പഞ്ഞികളാണ് കാണുന്നത് കൂടുതൽ. എന്തുകൊണ്ട്? രക്തം മുറിവിൽ നിന്ന് രക്തം അതിലേക്ക് വലിച്ചെടുത്തിട്ട്. അപ്പൊ ഒരാൾ ചോദിക്കാണ് ഈ ഒരു വെളുത്ത പഞ്ഞി എന്താ, ഈ വെളുത്ത പഞ്ഞി എന്താ വെളുത്താൻ കാരണം എന്ന് ചോദിച്ചാൽ വെളുത്ത പഞ്ഞി എന്താ അത് വെളുത്ത പഞ്ഞി എന്താ എന്തുകൊണ്ട് അത് വെളുത്തതായത് ചോദിക്കുന്ന വല്ല അർത്ഥമുണ്ടോ? അത് അതിന്റെ സ്വഭാവമാണ്, അതിന്റെ സത്തയുടെ ഭാഗമാണത്. അതില്ലെങ്കിൽ ആ സാധനമല്ല.
പഞ്ചസാര എന്തുകൊണ്ട് പഞ്ചസാരയായി എന്ന് ചോദിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. നേരെ മറിച്ച് ചായയിൽ എന്തുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് ഇല്ലാത്തത് എന്താ ചോദിക്കുക. അതുപോലെ പിന്നെ മധുരം സത്തയുടെ ഭാഗമാവാത്ത ഒരു വസ്തുവിൽ അത് ചേർന്നാൽ ചോദിക്കുക. അതെന്താണ് ചോദിക്കുക. ഒരു വസ്തുവിനെ കുറിച്ചുകൊണ്ട് അതെന്തുകൊണ്ടാ എനിക്ക് പ്രകാശം നോക്കുമ്പോൾ പ്രകാശം ഈ പ്രകാശം നമുക്ക് കാണുന്നതുകൊണ്ടാ ലൈറ്റ് കൊണ്ടാ വെളിച്ചമുള്ളത് കൊണ്ടാണ് പ്രകാശം കാണുന്നത്. എന്നാൽ പ്രകാശം കാരണം ചോദിച്ചാല് എന്നർത്ഥമുണ്ടോ? ഒരു പ്രകാശമായി ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനർത്ഥമല്ല. അതാണ് കിതാബിലൊക്കെ പറയുന്നത് സത്തകൾ അതിനൊരു കാരണം പറയേണ്ടതില്ല. സത്തക്ക് അതെന്താണ് അങ്ങനെ ആയതെന്നുള്ളത് പറഞ്ഞല്ലോ. മേശപ്പുറത്ത് വെള്ളമായാൽ കയ്യിൽ വെള്ളമായാൽ നമുക്ക് ചോദിക്കാം അതെന്താണ് നനഞ്ഞിരിക്കുന്നത് എന്ന്. നേരെ മറിച്ചുകൊണ്ട് വെള്ളം എന്തുകൊണ്ട് നനവുള്ളതായി എന്ന് ചോദിക്കാൻ അർത്ഥമുണ്ടോ? വെള്ളം എന്തുകൊണ്ടാണ് നനവുള്ളതായത് എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. ഇതിന് അതങ്ങനെ തന്നെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ വജൂദ് അവന്റെ ദാത്തിൽ നിന്ന് തന്നെയാണ്. അവന്റെ അസ്തിത്വം അവന്റെ ദാത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാൻ അവിടെ ചോദ്യം തന്നെ അസ്ഥാനത്താ. എന്തുകൊണ്ട്? അവന്റെ വജൂദ് മറ്റൊന്നും നേടിയെടുത്തതല്ല. അവന്റെ അസ്തിത്വം മറ്റൊന്നും നേടിയെടുത്തതല്ല. അവന്റെ അസ്തിത്വം അവൻ സ്വയമായിട്ടുണ്ടായതാകുന്നു. അതാണ് വ്യത്യാസം. അപ്പൊ അസ്തിത്വം സ്വന്തമായിട്ട് ഉണ്ടാവുന്നതിന് അതിന് കാരണം അന്വേഷിക്കേണ്ടതില്ല. ഈ പ്രപഞ്ചത്തിന് ഉത്ഭവമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ഥിരപ്പെടുത്തി. പ്രപഞ്ചം ഉത്ഭവമുള്ളതാണ്. നമ്മൾ സ്ഥിരപ്പെടുത്തിയതുകൊണ്ട് അതിലുള്ള വസ്തുക്കൾ അങ്ങനെ മാറ്റത്തിന് വിധേയമാണ്. എല്ലാ വസ്തുക്കളും മാറ്റത്തിന് വിധേയമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റത്തിന് വിധേയമാണ്. ഒന്ന് അതിൽ നിന്ന് ഊതിലേക്ക് ഉള്ള അവസ്ഥയിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇല്ലാത്ത ഉള്ള അവസ്ഥയിലേക്ക് മാറ്റത്തിന് ഇപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം തന്നെ അങ്ങനെ തന്നെ. അതുകൊണ്ട് അതെന്താണ്? അതിൽ ഉത്ഭവമുണ്ട്. ഉത്ഭവമുള്ളത് അതിലാണ് നിലകൊള്ളുന്നത്, അതിൽ തടികളിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ മാറ്റമുള്ളത് ഏതിലാണ് നിലകൊള്ളുന്നത്? അതും മാറ്റമുള്ളത് തന്നെയാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ഉണ്ടാകുന്നു ഉത്ഭവമുള്ളതാണ് എന്നുള്ളത് സ്ഥിരപ്പെടുത്തിയിട്ട് ഉത്ഭവമുണ്ടെങ്കിൽ അത് എന്തുമാണ്? ഒരു ഉത്ഭവിപ്പിച്ചതായിരിക്കുന്ന മുഹദ്ദിസുമാണെന്ന് നാം സ്ഥിരപ്പെടുത്തി. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവനുണ്ടായതിന് ഉത്ഭവമുണ്ടെങ്കിൽ അവന് വേണ്ടി വരും. കഴിഞ്ഞ ക്ലാസ് പ്രകാരം അല്ലാഹു തആല ഖദീമല്ല എന്ന് പറഞ്ഞാൽ അവൻ ഹാദിസാണെന്ന് വരും. ഉത്ഭവമുണ്ടെന്ന് വരും. ഉത്ഭവമുണ്ടെങ്കിലോ അവൻ ഉണ്ടാക്കിയ ഒരാൾ വേണം. എന്നാൽ ആ ഉണ്ടാക്കിയ ഒരാളോ അത് ഹാദിസാണോ ഖദീമാണോ? അതും ഖദീമല്ല ഹാദിസാണെന്ന് പറയുകയാണെങ്കിൽ അവനെ ഉണ്ടാക്കിയ വേറൊരു ദൈവം വേണം. എന്നാൽ ആദ്യത്തെ ദൈവമാണല്ലോ മറ്റുള്ള ദൈവമല്ലാതെ വരും. അങ്ങനെ പോകും. അല്ലെങ്കിൽ അതും ഹാദിസാണെന്നാണെങ്കിൽ അത് അങ്ങനെ അനന്തമായി നിന്നുപോകും. പാടില്ല. അല്ലെങ്കിൽ പറയുന്നുണ്ട് ആദ്യത്തെ ദൈവത്തിന്റെ ഉണ്ടാക്കിയത് 4-5 ദൈവങ്ങളുള്ളത്. 5ാമത്തെ ദൈവമാണ് പിന്നെ അവസാന ദൈവം. ആ ദൈവത്തെ 4ാമത്തെ ഉണ്ടാക്കി. 4ാമത്തെ മൂന്നാമത്തത് ഒന്നാമത്തത് ഒന്നാമത്തിനാരുണ്ടാക്കി. അപ്പൊ താഴെയുള്ള ശേഷം ഏതെന്നായിരിക്കണം? അപ്പൊ ഒന്നാമത്തതായി അത് അവസാനത്തതായി അങ്ങനെ വരും. ഒന്നാമത്തതായി അവസാനത്തത് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരു വസ്തു ഒന്നാണെങ്കിൽ മുന്തിയതാണെങ്കിൽ അത് മുന്തിയതല്ല, അതിന് ശേഷം ഉണ്ടാകാൻ പാടില്ല. മുത്തഖിറാൻ പാടില്ല, താഹിർ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അസംഭവ്യതകൾ ഹാലുകള് വരും. അതുകൊണ്ടാണ് നമ്മള് സഹിതം അള്ളാഹു ഖദീമാണെന്ന് അംഗീകരിക്കണം. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ചേർക്കുന്നത് മുഴുവനും ദൗർത്തസലത്തിലേക്ക് ചേർക്കുന്നത് മുഴുവനും അസംഭവ്യമാണ്. അസംഭവ്യത്തിലേക്ക് ചേർത്തതോ അത് ബാത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഖദീമാണെന്ന് സ്ഥിരപ്പെടും. നമുക്ക് നോക്കാം അല്ലാഹുവിന്റെ റസൂൽ ഓരോ മനുഷ്യന്റെ മിക്കവാറും ആളുകളുടെ ഹൃദയത്തിലേക്ക് കടന്നുപോയ ഒരു ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പിന്നെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പിശാച് വീടിന്റെ അടുക്കല് ആ പിശാച് കൊണ്ട് നിങ്ങൾ ഈമാൻ ഫസാദാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇന്ന അഹദക്കും യഅതി ശൈത്താൻ യഖൂലു മൻ ഖലഖക ഫയഖൂലു അല്ലാഹ് ഫയഖൂലു ഫമൻ ഖലഖ അല്ലാഹ്. ഹദീസാണ് ഇങ്ങനെ. പിശാച് ചോദിക്കും ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? പിശാച് എന്താ? പിശാചിന് എല്ലാ ഫിലോസഫി അറിയാം. നിരീശ്വരവാദം പഠിപ്പിച്ചുകൊടുക്കുന്ന വലിയ ഉസ്താദാണ് ശൈത്താൻ. അവൻ ശരിയായ രീതിയിലേക്ക് കടക്കാൻ അവന് മനുഷ്യന് സമയം കൊടുക്കാതെ കൊണ്ട് വസ്വാസിലേക്ക് എത്തിക്കാം. അല്പം സത്യവിശ്വാസമുള്ള ആളെ അവൻ വസ്വാസാക്കും.
സത്യവിശ്വാസമില്ലാത്ത കാഫിറാണെങ്കിലോ അവൻ അതിന്റെ അടിമയാക്കും. യാതൊരു സംശയമില്ല. സത്യവിശ്വാസമുള്ള ആളുകൾക്ക് വസ്വാസം ഉണ്ടാവുള്ളൂ. ഈ വസ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ മനസ്സ് സമ്മതിക്കുന്നില്ല. പക്ഷെ അവർ അടിയന്തരമായിട്ട് അവൻ മനസ്സിലേക്ക് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും. മനസ്സവൻ അറിഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നില്ല. അപ്പോഴാണ് വസ്വാസം വരിക. എന്നാൽ സത്യവിശ്വാസിക്ക് വിശ്വാസമായി മാറുക. എന്തുകൊണ്ട്? അവന്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല. അവന്റെ മനസ്സ് സൃഷ്ടാവാണെന്ന് ഒരിക്കലും അംഗീകരിക്കൂല. അതുകൊണ്ട് വസ്വാസമായി മാറുന്നു. അതൊക്കെ മാറാനുള്ള പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പരസ്പരം ചോദിക്കും. പഠനവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവർ പറയും കണ്ടോ, അള്ളാഹുത്താലാണ് ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചത്. നീ എങ്ങനെ ഉണ്ടായി? നിന്റെ മാതാപിതാക്കള് കാരണം, നിന്റെ മാതാപിതാക്കളായി അവരുടെ മാതാപിതാക്കൾ കാരണം, അവരുടെ മാതാപിതാക്കളായി അവരുടെ മാതാപിതാക്കൾ കാരണം, അങ്ങനെ അങ്ങനെ പോയി 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 അവസാനം ആരുണ്ടാക്കണം? അവരങ്ങനെ പറയാൻ പറഞ്ഞാൽ നിരീശ്വരവാദികളായ വസ്വാസമുണ്ടാക്കുന്നവരായ പിശാചിന്റെ പിന്നെ ആളുകളും പിശാചും കൂടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മരുന്നാണിത്. സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു ഏകനാണ്. അവൻ എല്ലാ നിലക്കും ഹദിയത്തുണ്ട്. അല്ലാഹു സമദാണ്. അവൻ ആരെയും ആശ്രയിക്കുന്നവനല്ല. അവൻ ഉണ്ടാവാൻ, അവന്റെ അസ്തിത്വം ഉണ്ടാവാൻ മറ്റൊന്നിലേക്ക് അവൻ ആശ്രയിക്കുന്നവനല്ല. അവൻ ആരുടെയും സന്താനമല്ല, അവരുടെ പിതാവുമല്ല. സന്താനമാണെങ്കിലല്ല അവൻ മറ്റൊന്നിന്റെ കാരണമാവുള്ളൂ. അവൻ പിതാവല്ല എന്ന് പറയുമ്പോൾ അവൻ മറ്റൊന്നിന്റെയും ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങളുമല്ല. അവനിൽ നിന്ന് മറ്റുണ്ടാവുന്നതായ ഒരു കാരണവും അല്ല. അവനെ യാതൊന്നും തുല്യവനായില്ല. അപ്പൊ അവന്റെ അസ്തിത്വം നൽകുന്ന മറ്റൊരു വസ്തുവിന് ആവശ്യമില്ല. അവന് സ്വന്തമായിട്ട് അസ്തിത്വമുള്ളവനാണ്. അതുകൊണ്ട് അവൻ ആരുണ്ടാക്കിയതെന്ന് ചോദ്യമില്ല. മറ്റെല്ലാ വസ്തുക്കളും അതെല്ലാം തന്നെ ഉണ്ടാവാതിരിക്കാൻ സാധ്യതകളുള്ളതുകൊണ്ട് അതൊക്കെ മറ്റൊരു സൃഷ്ടാവിനെ തേടുന്നുണ്ട്. എന്നാൽ അല്ലാഹു തആല ആദിയില്ല അവസാനമില്ലാത്തതുകൊണ്ട് അവൻ ആരുണ്ടാക്കിയെന്ന ചോദ്യം അസ്ഥാനത്താണ്. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇഖ്ലാസ് ഓതുക എന്നൊരു ഹദീസ് കാണാം. മറ്റൊരു ഹദീസ് കാണാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും തെളിവുകൾ സഹിതം ബുർഹാനും അതുപോലെ തന്നെ പിന്നെ ബുർഹാനും നിങ്ങളുടെ പഠിക്കാൻ സാധിച്ചോണമെന്നില്ല. അത്തരം ആളുകൾക്ക് ഈ ഒരു വസ്വാസാവുകയാണെങ്കിൽ അതെ അല്ലാഹു ജനിച്ചവനല്ല. അല്ലാഹു തആല സന്താനത്തെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. സന്താനത്തെ സൃഷ്ടിക്കുമ്പോൾ അവളായി ജനിച്ചവനായി പിതാവായി തീർന്ന് പിതാവാകുക എന്നുള്ളത് എന്തിന്റെ അടയാളമാണ്? സൃഷ്ടികളുടെ അടയാളമാണ്. പിതാവാവണമെങ്കിൽ ഒരു ഭാര്യ വേണം. അപ്പൊ ഭാര്യയെ ആശ്രയിക്കണം. കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം ഒരാൾക്ക് വരുന്നെങ്കിൽ അയാൾ മറ്റൊന്നിലേക്ക് ആശ്രയിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തആല എല്ലാ നിലക്കും ഖനിയാണ്, പരാശരരഹിതനാണ്. അതുകൊണ്ട് അവൻ ആരിലേക്കും ആവശ്യമുള്ളവനല്ല. ഒരു ഭാര്യയിലേക്ക് ഒരു കൂടെ സാഹിബിലേക്ക് അവൻ ആവശ്യമില്ല. അവൻ സന്താനങ്ങളിലേക്ക് ആവശ്യമില്ല. ഒന്നും അവനക്ക് ആവശ്യമില്ല. അവനിലേക്ക് എല്ലാം ആവശ്യമാകുന്നുമുണ്ട്. അപ്പോ ഇങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചത് അന്നത്തെയും എല്ലാ കാലത്തുമുള്ള നിരീശ്വരവാദികളും പിശാചുകളും മടക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്ന് പറയട്ടെ, അല്ലാഹു വിശ്വസിച്ചു. പ്രവാചകന്മാർ പറഞ്ഞ സിഫത്തുകളിലും അല്ലാഹുവിനെ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് സംശയമില്ല. പ്രവാചകന്മാർ
ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലാഹു തആല അവ്വലാണെന്നാണ്. അവ്വൽ എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവനുണ്ടായതിന് തുടക്കമില്ല. അവൻ ഉണ്ടായതിന് തുടക്കമില്ല. തുടക്കമില്ലാത്ത എങ്ങനെ ഉണ്ടായി? അവൻ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം തന്നെ സ്ഥാനത്താണ്. തുടക്കമില്ലാത്തവൻ എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യം സ്ഥാനത്താണ്. അതാണ് മറ്റൊരു ഹദീസ് കാണാം. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹു വൽ ബാത്തിനു ബികുല്ലി ഷൈഇൻ അലീം. അലിമനല്ലേ തീർന്നു. ഏതായാലും ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹു വൽ ബാത്തിനു. ഇത് ഓതാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ കണ്ടിട്ടുണ്ട്. ആരാണ് അല്ലാഹുവിന്റെ ഖാലിഖ് എന്ന് ചോദ്യം ഒരാൾക്ക് വരികയാണെങ്കിൽ വിശ്വാസമാണിത്. ആമന്തു ബില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അടുത്തോട്ട് പോവുക, പിശാചിനെ കാവലിൽ തേടുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതിന്റെ അർത്ഥം അതിന്റെ ആശയം ശരിക്കും ഗ്രഹിച്ചുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ആ സംശയം കടക്കും. ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആലയാണ് അവ്വൽ എന്ന് പറഞ്ഞാൽ അവനുണ്ടായതിന് തുടക്കമില്ല. അവനുണ്ടായതിന് തുടക്കമില്ലാത്ത ഒരുത്തനെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ആ ചോദ്യത്തിന്റെ സ്ഥാനത്താണ്. അവനുണ്ടാവുന്നതിന് ഒടുക്കവുമില്ല. അപ്പൊ പഠിപ്പിച്ച പ്രവാചകന്മാരിൽ ഞാൻ വിശ്വസിച്ചു. സൂറത്തുൽ ഇഖ്ലാസ് ആശയത്തിൽ ഞാൻ വിശ്വസിച്ചവനാണ്. അത് ഓതുകയും ചെയ്യുക. എന്നാൽ ഈ വിശ്വാസം പോയിക്കൊള്ളും. وهو بكل شيء عليم. هو الأول والآخر والله الباطن وهو بكل شيء عليم. الله أولമാണ് ആഖിറുമാണ്. അവൻ പറഞ്ഞാൽ ഉണ്ടായതിന് തുടക്കമില്ല. വല്ലാഹു ഉണ്ടാവുന്നതിന് ഒരു ഒടുക്കവുമില്ല. അപ്പോൾ ഉണ്ടായതിന് തുടക്കമില്ലാത്തവൻ, പ്രാരംഭമില്ലാത്തവൻ, അവൻ എപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത്? അവൻ ആരാണ് സൃഷ്ടിച്ചത്? ചോദ്യം സ്ഥാനത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്. അപ്പോ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഒരു സംശയമാണ് എന്ത്? ഈ ഹദീസ് ഞാൻ വായിച്ച പല സ്ഥലങ്ങളിൽ സഹാബത്ത് പറയുന്നത്, പ്രവാചകരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ചില ചിന്തകൾ വരുന്നു, നിരീശ്വര ചിന്തകൾ വരുന്നു, വിശ്വാസങ്ങൾ വരുന്നു. അത് പറയാൻ ഞങ്ങൾക്ക് പ്രയാസം. അത് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് നല്ലത് ഞങ്ങൾ കരിക്കറ്റിയായി പോകുന്നതിനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത് പറയാൻ കൊള്ളില്ല, പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രമാത്രം ഗൗരവമായിരിക്കുന്ന വിശ്വാസങ്ങളാണ് ഹൃദയത്തിൽ വരുന്നത്. അപ്പൊ അല്ലാഹു ചോദിച്ചത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ചോദിച്ചു. മറ്റൊരു ഹദീസിലാണ് പറഞ്ഞോ. ഇത് മറ്റൊരു ഹദീസിലാണ്. എന്താ? പിന്നെ അതെ ചില സഹാബത്ത് ചോദിച്ചു, പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ? ഇന്നാ നജിദു ഫീ അൻഫുസിനാ മാ യതആലഹു അൻ യതകല്ലമ ബിഹി. ഞങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. പറയുന്നത് വലിയൊരു വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത് പറയാൻ സാധ്യത. ചില ഹദീസ് കാണാൻ ഞങ്ങൾ കരിക്കറ്റായി പോകുന്നതിനാണ് ഇഷ്ടം. അത്രമാത്രം പ്രയാസമുള്ളത് പറയാൻ ചില വിശ്വാസികൾ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ചോദിച്ചു. അത് പ്രകടമായിരിക്കും ഈമാൻ. അപ്പൊ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് വിഷമമുണ്ടല്ലോ. ഇമാം നബി തങ്ങൾ വിശദീകരിക്കുന്നത് ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ എന്തുകൊണ്ടാണ് ഫദാലിക സരീഹുൽ ഈമാൻ എന്ന് പറഞ്ഞത്? അതാണ് ഈമാൻ പ്രകടമായ ഈമാനാണെന്ന് പറയാൻ കാരണം. അത് മാനാഹു ഇസ്തിഅലാമുൽ കലാമ ബിഹി വഹുവ സരീഹുൽ ഈമാൻ. നിങ്ങൾക്ക് അത് പറയാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലോ. ഒരു നിരീശ്വരവാദിക്ക് വല്ല പേടിയിട്ടാവോ? അവൻ പരസ്യമായിട്ട് എഴുതുകയാണ്, പ്രസംഗിക്കുകയാണ്, സംവാദത്തിന് വരെ ദൈവമില്ല എന്ന് പറഞ്ഞു കേട്ട്. അപ്പൊ അവനൊരു വിശ്വാസമല്ലത് അവരെ ആശയമായി സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാലും സത്യവിശ്വാസിക്കെന്താണ് അങ്ങനെ അത് മനസ്സംഗീകരിക്കാത്തതുകൊണ്ടാണ് പ്രയാസമായിട്ട് അവൻ പറയാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസം കൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്പൊ ഈ പറയാൻ പ്രയാസപ്പെടുക എന്നുള്ളത്. അതിന് ശക്തമായ ഭയവും സംസാരിക്കുന്നതിനുള്ള ഭയവും ഒക്കെ അത് വിശ്വസിക്കുന്നത് പിന്നല്ലേ. സംസാരിക്കാൻ പോലും സാധിക്കുന്നത് എന്നതല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്. വിശ്വാസമില്ല, സംസാരിക്കാൻ പോലും നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ഒരാൾ ഈമാൻ ഹൃദയത്തിലുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്നാൽ കാഫിറാണെങ്കിലോ ഇമാം നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ അർത്ഥം പറഞ്ഞത് പിന്നെ എന്താ
നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട استعلام كل كلام به هو سليم الإيمان فإن استعلام هذا وشدة الخوف منه من النطق به فضل من اعتقاده ما يكون لمن استكمل الإيمان استكمالا محققا وانتفت الريبة والشكوك അതായത് ഇത് പറയാനും പ്രയാസം തോന്നുകയും അത് വ്യക്തമായി പറയുന്നത് ഭയം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ആ ഭയം തന്നെയാണ് ആ വിഷമം തന്നെയാണ് ഈമാൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിശാചി പേപ്പിക്കാൻ സാധിക്കാത്തവരെയാണ് വസ്വാസാക്കുക. വൈവേപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് മാത്രമാണ് വസ്വാസാക്കുക. ഏത് വസ്വാസം തന്നെ നിസ്കരിപ്പിക്കാൻ സാധിക്കാത്ത സഹോദരന്മാരെ നിസ്കരിക്കാതെ കാഫിറാണെങ്കിൽ അവന് ഉദ്ദേശിച്ചിടത്തേക്ക് അവന് അവസാനിപ്പിക്കൂല. പിശാച് വസ്വാസാക്കല് വലിയ തലാബുബി കൈഫറാദ പിശാച് ഉദ്ദേശിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നതാണ് ഇവൻ വസ്വാസിലാക്കും, കളിക്കും. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ അത് മെയിൻ ചെയ്യാതെ വിടുക. അവൽ മനസ്സിലല്ലേ? അപ്പൊ വേറെ ബഹുമാനപ്പെട്ട ഇമാം അല്ലാമ ഖത്താബി പറയുന്നുണ്ട്, അതായത് ഈ ചോദ്യം തന്നെ എന്താണെന്നറിയോ? എന്നുള്ള ചോദ്യം നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ നേരിട്ട് ബന്ധമുള്ള വിഷയമാണ്. അതുകൊണ്ടത് പറയുന്നത് നമ്മുടെ അല്ലാഹു ഖദീമാണെന്ന് സ്ഥാപിക്കുക എന്നുള്ളതിന്റെ നേരിട്ട് ബന്ധിക്കുന്ന വിഷയം. അല്ലാഹു ഖദീമല്ലെങ്കിൽ അല്ലാഹു തആല ഉത്ഭവമുണ്ട് എന്ന ഉത്ഭവം അവനെ സൃഷ്ടിച്ചതാര് എന്ന് ചോദ്യം വരും. ആ ചോദ്യം അല്ലാഹു തആലാന്റെ ഖദീം അല്ലാഹു തആലാന്റെ ഖിദം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാത്തതുണ്ടാകുന്ന നമുക്കാർക്കും പാടില്ല, അങ്ങനത്തെ വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചത് ചോദ്യം അല്ലാഹു ആരാണ്? അല്ലാഹു ഖാലിഖു കുല്ലി ശൈ അല്ലേ? അല്ലാഹു ഖാലിഖു കുല്ലി ശൈ എന്ന് പറയാൻ പറ്റുന്നത് എന്തുണ്ടോ? എല്ലാ വസ്തുക്കളുടെയും ഖാലിഖാണ് അല്ലാഹു തആല. അല്ലാഹു തആല ആരാ സൃഷ്ടിച്ചത്? അല്ലാഹു തആല ഖാലിഖ് മഖ്ലൂഖായില്ലേ? ഖാലിഖ് മഖ്ലൂഖാവോ? ഖാലിഖ് എന്ന് പറയാനാണ്, മഖ്ലൂഖ് അല്ലാത്തവർക്ക് ഖാലിഖ് എന്ന് പറയാം. ഖാലിഖ് എന്ന് പറഞ്ഞാൽ മഖ്ലൂഖല്ലാത്തത്, ഖാലിഖല്ലാത്തത്. അപ്പൊ അല്ലാഹു തആല എല്ലാത്തിനെയും ഖാലിഖ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ അവന്റെ ഖാലിഖ് ആരാണ് എന്ന് വെച്ചാൽ ഇവനെങ്ങനെ മഖ്ലൂഖായി? അത് വൈരുദ്ധ്യമാണ്. നോക്കിയോളൂ, നമ്മളെ നേരിട്ട് ബന്ധിക്കുന്ന ഒരു വിഷയമാണ് വഖാല ഖത്താബിയു. وقال الخطابي وجه هذا الحديث أن الشيطان إذا وسوس بذلك പിശാച് വസ്വാസിലാക്കിയാൽ ഫസ്തആദ الشخص بالله منه അല്ലാഹുവിനെ കാവലിത്തോടുകയും ചെയ്താൽ അവൻ അങ്ങനെ അല്ലാഹു കാവലിത്തോടണം. ഇവന്റെ രക്ഷപ്പെട്ടു. ഇനി ഒരാൾക്ക് വിശ്വാസമാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ സംശയമാണ്. അങ്ങനെ തന്നെ ഈ കാര്യമായ സംശയം തന്നെ ആണെങ്കിലോ നമ്മളെ കിതാബുകളൊക്കെ ആവശ്യം വരുന്നതാ, നമ്മൾ അഖീദ പഠിക്കുന്നതൊക്കെ ആവശ്യം വരുന്നത് ഇവിടെയാണ്. ഒരു മനുഷ്യൻ അങ്ങനത്തെ സംശയം വന്നു നിൽക്കുക, ഒരു സംശയം തോന്നിയതാണ്. അപ്പോൾ നമ്മൾ ആ സംശയത്തെ മുറിച്ചിടൽ നിർബന്ധമാണ്. സംശയമാണല്ലോ അത്. ഒരു മനുഷ്യനോടുള്ള സംസാരം ചോദ്യം ഉണ്ടാകുക.
ചോദ്യം ഉത്തരം കൊണ്ടാണല്ലോ സംസാരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ ഈ തെളിവിന്റെ മാർഗം സ്വീകരിച്ചാൽ തെളിവിന്റെ ഓരോ മൻഹജ് ഉണ്ട്. ആ മൻഹജ് സ്വീകരിച്ചുകൊണ്ട് ചോദ്യത്തോടെ നീങ്ങുകയാണെങ്കിൽ അതാണ് തീരും. ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ സംശയം തീർന്നു കഴിഞ്ഞു. ഒരു സംശയം ചോദിച്ചു, മറുപടി കിട്ടിക്കഴിഞ്ഞാൽ സംശയം ക്ലിയറായി കഴിഞ്ഞു. അതല്ല, ഈ ചോദ്യത്തിലൂടെയും മറുപടിയുടെ എല്ലാത്തിലാണ് വസ്വാസ് വരുന്നത്. വസ്വാസ് നേരിടുന്നേരം മറുപടി എല്ലാം വരും. മാനസികാവസ്ഥയാണത്, ഒരു മാനസികാവസ്ഥ. അതിന് അർത്ഥമില്ല. പിശാചിന്റെ വസ്വാസിനില്ല യാതൊരു അറ്റവുമില്ല. ഒന്നാട് കൊടുത്തു കാണിച്ചാൽ വേറെ ഒന്നിലേക്ക് അവൻ വരും. അങ്ങനെ മനുഷ്യന്റെ അവസാനം അദ്ദേഹം പറയുന്നു. ഇതാ ഉദ്ദേശ വിഷയം അതിന് ശേഷം പരസ്പര വൈരുദ്ധ്യമായ സംസാരമാണ്. ആരാണ് പഠിച്ചതെന്നുള്ളത്. എന്തുകൊണ്ട് അതിന്റെ അവസാനം ആദ്യത്തെ ഗണിക്കുന്നു അല്ലേ? അതിന്റെ അവസാനം ആദ്യത്തെ ഗണിക്കുന്നുണ്ട്. ഒരു സൃഷ്ടാവില്ലല്ലോ. സൃഷ്ടാവ് എങ്ങനെ സൃഷ്ടാവുക? സൃഷ്ടാവ് തന്നെ. എന്നിട്ടും അവന്റെ ചോദ്യം വീണ്ടും വരികയാണെങ്കിൽ തസൽസുൽ വരും. എന്ത് സൃഷ്ടാവ് നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു സൃഷ്ടിച്ചത് നമ്മുടെ ബുദ്ധിപരമായി പുതുതായി ഉണ്ടാക്കുന്ന ഒരാളും വേറൊരാളിലേക്ക് ആവശ്യമുണ്ടെങ്കിലോ അവൻ സൃഷ്ടിയാണെന്ന് കൊണ്ടുപോകും. നമ്മളോട് സങ്കല്പിച്ചത് അവൻ സൃഷ്ടാവാണെന്നുള്ളതാണ്. ഇങ്ങനെ ചോദിച്ചാൽ എന്താ മനസ്സിലായിക്കോളി? എന്നാ സംഭവിച്ചൊക്കെ അതായത് വിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഡിബേറ്റ് നടന്നാൽ അവരെല്ലാം കൊണ്ട് മുട്ടിക്കഴിഞ്ഞാൽ നിരീശ്വരവാദികൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രപഞ്ചത്തിന്റെ ആസ്വാദനവും കാര്യങ്ങളും അതിന്റെ വൈഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു സൃഷ്ടാവാണ് സ്ഥിരപ്പെടുത്തിയാൽ അവർ അവസാനം മുട്ടിയാൽ അവസാനം മുട്ടിയോട്ട് ചോദിക്കുന്നതാണിത്. അതാണ് പിശാചിന്റെ ചോദ്യം. മനസ്സിലായില്ലേ? അവസാനമായി ചോദിക്കുന്നത് എന്നാൽ ആ ചോദ്യം ചോദിച്ചാൽ മനസ്സിലാക്കിക്കോളി അവന് എല്ലാം മറുപടി മുട്ടിയിട്ടുണ്ട്. അവസാനത്തെ ചോദിച്ചത് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഉത്ഭവം ഉള്ളതിന് മാത്രമേ സൃഷ്ടാവിന് ആവശ്യമുള്ളൂ. ഉത്ഭവമില്ലാത്തതിന് സൃഷ്ടാവിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് വെളുത്ത പഞ്ഞി വെളുത്തതായി? എന്തുകൊണ്ട് പഞ്ചസാരക്ക് മധുരം? എന്തുകൊണ്ട് ലൈറ്റായി എന്നൊരു ചോദ്യം അസ്ഥാനത്തായതുപോലെ തന്നെയാണ് വസ്തുവിന്റെ അസ്തിത്വം അതിൽ തന്നെയാണെങ്കിൽ അതിന്റെ കാരണം തേടി അന്വേഷിച്ചു പോകുന്നത് വിഡിത്തമാണ്. അവന്റെ സത്യം തന്നെയാണ്. അവന്റെ സ്ഥാനത്താണ്. അവൻ എന്നും ഒന്നും ഉള്ളവനാണ്. അവൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. അവൻ കരീമ. മനസ്സിലായില്ലേ? അള്ളാഹു എവിടെയാണ് ചോദിക്കുന്നത്? അള്ളാഹു എവിടെ ചോദിക്കുന്ന ആസ്ഥാനത്താണ് സഹോദര. അള്ളാഹു എവിടെ സ്ഥലം എവിടെന്നല്ലേ? അള്ളാഹു താല ഏത് സ്ഥലത്താണ്? ഈ സ്ഥലം എന്നുള്ളത് എപ്പോഴാ? സ്ഥലം എന്നുള്ളത് അതൊരു സൃഷ്ടിയല്ലേ? സ്ഥലം സൃഷ്ടിയല്ലേ? സൃഷ്ടിയല്ല സൃഷ്ടാവ്. സൃഷ്ടിയെ സൃഷ്ടിച്ചവനെ കുറിച്ച് ഞങ്ങൾ എന്ത് പറയുന്നത്? സൃഷ്ടാവ് എന്ന് പറയുന്നത്. എവിടെ എന്നുള്ള ചോദ്യം അസ്ഥാനത്താ. എവിടെ എന്നുള്ള ചോദ്യം അസ്ഥാനത്താണ്. എന്തുകൊണ്ട്? ഈ സ്ഥലത്തെയും സമയത്തെയും സൃഷ്ടിച്ചത് ആരാകുന്നു? അല്ലാഹു ആകുന്നു. ഞാൻ ചോദിക്കട്ടെ, സമയം കഴിഞ്ഞു. അങ്ങോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട് ചോദിച്ചാല് പിന്നെ ബിഗ് ബാങ് നമുക്കറിയാം. ബിഗ് ബാങ്ങോട് കൂടെയാണ് സമയം ഉണ്ടായത്, സംഭവങ്ങൾ ഉണ്ടായത് അല്ലെ? ബിഗ് ബാങ് ശാസ്ത്രം എന്ന് പറയുന്നത് 1370 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപഞ്ചം ഉണ്ടായത്. അതിനു മുമ്പ് സമയമില്ല, സ്ഥലവുമില്ല, കാലങ്ങളില്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിലാണ് പിന്നെ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പോ ഇങ്ങനെ
പിന്നെ അതിന് കാരണമായി പ്രവർത്തിച്ച സമയമില്ലാത്ത സമയം ബാധകമാവാത്ത സ്ഥലങ്ങൾ ബാധകമാവാത്ത ഒരു ശക്തി ഉണ്ടെങ്കിലേ സ്ഥലങ്ങളെയും സമയത്തിനും ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അവനിക്കും സ്ഥലമാണെന്ന് പറഞ്ഞാൽ പിന്നെ സ്ഥലം ഉണ്ടായി പ്രപഞ്ചം ഉണ്ടായി വന്നില്ലേ? ഈ സ്ഥലത്തെയും സമയത്തെയും സൃഷ്ടിച്ചവനും സമയവും സ്ഥലവുമാണെന്ന് പറയുമ്പോ പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്ന് വന്നു. പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ശാസ്ത്രം തന്നെ അംഗീകരിച്ച കാര്യമാണ്. അത് മഹാവിസ്ഫോടനം മലയാളത്തിൽ പരിചയപ്പെടുത്തുന്ന മഹാവിസ്ഫോടനം, ബിഗ് ബാങ്. അതോടുകൂടിയാണ് സമയം ഉണ്ടാവുന്നത്. അതിന് സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ സമയമില്ലാത്തതിനെയും സമയവും അതുപോലെ സ്ഥലവും ബാധകമല്ലാത്ത ഉണ്ടായിരിക്കുന്നതാണ്. അവനാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യ സ്ഥാനത്താണ്. അല്ലാഹു തആല എവിടെയാണ് ചോദ്യ സ്ഥാനത്താണ്. മുമ്പ് ആന്റണി ഫ്ലോ എന്ന് പറയുന്ന 60 കൊല്ലക്കാലം നിരീശ്വരവാദികളുടെ നേതാവായി പ്രവർത്തിച്ച 60 കൊല്ലക്കാലം കടുത്ത നിരീശ്വരവാദിയായി ജീവിച്ച ആന്റണി ഫ്ലോ അവസാനം ബുക്ക് ഇറക്കിയ ആള് പിന്നെ ദൈവം എവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അവിടെ ദൈവമുണ്ട്, അവിടെ ദൈവമുണ്ട് എന്നുള്ള പേരിൽ തന്നെ അയാൾ ബുക്ക് ഇറക്കിയ ആള് തെളിവുകൾ അയാൾ പരാജയപ്പെട്ട് തെളിവുകളുടെ മുമ്പിൽ അയാൾ പരാജയം സമ്മതിച്ചുകൊണ്ട് അയാൾ ദൈവമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഗ്രന്ഥം ഇറക്കി. ഇതിനെക്കുറിച്ച് ഉണ്ടാട്ടില്ല, ആർക്കും ഉണ്ടാട്ടില്ല. കാരണം 60 കൊല്ലം ഒരു പുരുഷായുസും അതിന്റെ അപ്പുറവും നിരീശ്വരവാദിയുടെ നേതാവായി പ്രവർത്തിച്ച ഈ ആന്റണി ഫ്ലോ എന്തുകൊണ്ട് അവസാനം ഒരു ഈശ്വരവിശ്വാസിയായി മാറി? തെളിവുകൾ അയാളെ വരിഞ്ഞു മുറുക്കി. അയാളുടെ മനസ്സിൽ കൂടുതൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും മുൻധാരണകളാണ് ഇത്തരം ആളുകളൊക്കെ അതിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ എവിടെ എന്നുള്ള ചോദ്യം സ്ഥാനത്തുണ്ട്. ഇവിടെ സ്ഥലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥലം എന്നുള്ളത് സൃഷ്ടിച്ചവനാണ്. അവൻ എവിടെയായിരുന്നു ചോദ്യം സ്ഥാനത്താണ്. അവൻ ഉത്ഭവമുള്ളവനല്ല. അവൻ ഉത്ഭവം ഉണ്ടെങ്കിലേണു എവിടെ എന്നുള്ള ചോദ്യം നമുക്ക് അറിയാത്ത എന്തെല്ലാം. നമ്മൾ സൂപ്പർനോവകളെ കണ്ടിട്ടുണ്ടോ? അതിനപ്പുറമുള്ളത് കണ്ടിട്ടുണ്ടോ? കാണാത്തതില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി എവിടെയാണ്, നിങ്ങളുടെ ആത്മാവ് എവിടെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാവില്ല, ബുദ്ധിയില്ല എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ അപ്പൊ സമയം കഴിഞ്ഞ് കൂടുതൽ അങ്ങോട്ട് ഇറങ്ങിച്ചല്ല, നമുക്ക് സമയമില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, ഈ ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ച ചോദ്യം പരസ്പരം വിരുദ്ധമാണ്. എന്നുള്ളത് ഖാലിഖാണ്. ആ ഖാലിഖിന്റെ ഖാലിഖോ പിന്നെ ഖാലിഖ് എല്ലാത്തിനെ സൃഷ്ടിച്ചവനാണ്. അവനാണ് ചോദ്യം അസ്ഥാനത്താണ് വിരുദ്ധമാണെന്നുകൊണ്ട് ഖാലിഖ് ഒരു കാലത്തും മഖ്ലൂഖാവൂല. ഖാലിഖ് ഒരിക്കലും അല്ല മഖ്ലൂഖ് ആവുക ഇല്ല. പിന്നെ ഇൻഷാ അല്ലാഹ് രണ്ടുപേരും കൂടെ രണ്ടുപേരും വായിച്ചിട്ട് നമ്മൾ തൽക്കാലം നിർത്തുക. സമയം വരുന്നില്ല. പിന്നെ മത്തിന് മാത്രം വായിച്ചിട്ട് നമുക്ക് നാളേക്ക് വെക്കാം. അല്ലാഹു തആല ഉണ്ടായതിന് തുടക്കമില്ല എന്നുള്ളത് നിർബന്ധമാണ് എന്നതിന്റെ തെളിവ്. ഫലിയന്നഹു ലൗലം യകുൻ ഖദീമൻ. ഒരു യകുൻ കൂടി പോയിട്ടുണ്ട്. ഫലിയന്നഹു ലൗലം യകുൻ ഖദീമൻ. അല്ലാഹു തആല ഖദീമല്ല. അതായത് അവന് സ്ഥലവും കാലവും ബാധകമാണെങ്കിൽ ഹാദിസൻ അവന് ഉത്ഭവമുള്ളവനായി തീരേണ്ടി വരും. ഉത്ഭവമുണ്ടെങ്കിൽ അവനെ ഉത്ഭവിച്ചതായിരിക്കുന്ന ഒരാളെ അവൻ ആവശ്യമാവുകയും ചെയ്യും. ഫലോ ലം യകുൻ ഖദീമൻ ലകാന ഹാദിസ്. അങ്ങനെ വരുമ്പോൾ ഹാദിസാണ് ഉത്ഭവമുള്ളത്. അവനുണ്ടാകുന്നയാളിലേക്ക് ആവശ്യമായി വന്ന് അപ്പൊ ആവശ്യമായി വരുമ്പോ ഒന്നിരിക്കൽ ദൗറ് വരും. ലൈസൻസിന്റെയും വാഹനത്തിന്റെയും ഉദാഹരണം നമുക്ക് മനസ്സിലായി. ആ ദൗറ് വരും പാടില്ല. അല്ലെങ്കിൽ അനന്തമായി കൊണ്ടുപോയി അവനാരുണ്ടാക്കി അങ്ങനെയൊക്കെ പോയിട്ട് അനന്തമായ നീണ്ടുപോകാനുള്ള ഈ മുഹാലാണ് കാര്യങ്ങൾ പറയേണ്ടി വരികയാണെങ്കിലും അല്ലാഹു തആല തുടക്കമുണ്ട് എന്ന് പറഞ്ഞാൽ
അവന് എത്ര കോടാനുകോടി വർഷങ്ങളാണ് അള്ളാഹു ഉണ്ടാകുന്നതാണെങ്കിൽ അതിന് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാൾ വേണ്ടേ? ഉണ്ടാക്കിയ ഒരാൾ വേണം. ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ അവനാണ് ദൈവം. ഇതെല്ലാം പറയപ്പെട്ട ദൈവമല്ല, മഖ്ലൂഖായി തീർന്നു. അല്ല, അവനുണ്ടാക്കിയ ഒരാളായി പോകും. അവനുണ്ടാക്കിയതല്ല ദൗർ വരും. ഇങ്ങനെയുള്ള ദൗറും തസൽസുലും വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിരീശ്വരവാദികളുടെ ദൈവത്തെ ആര് സൃഷ്ടിച്ചു, ആ ദൈവത്തെ എങ്ങനെയുണ്ടായി, എവിടെയാണ് ചോദ്യങ്ങളൊക്കെ നാം അഭിമുഖീകരിക്കുന്നത്. ഈ അല്ലാഹു തആല നിർബന്ധമാണെന്ന തെളിവുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കുന്ന അടുത്ത ക്ലാസ്സിൽ കടക്കാമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സത്യമായി മനസ്സിലാക്കാൻ എല്ലാവരുടെ മൈക്ക് റേസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.